പച്ചക്കള്ളം വാർത്തയായി പ്രചരിപ്പിക്കുകയും കോൺഗ്രസ് നേതാക്കൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്താൽ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു അതിരില്ലേ? ആ പ്രചാരണമാണ് ജോസ് കെ മാണി ഇന്ന് പൊളിച്ചത്. സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചു എന്നുവരെ എഴുതി പിടിപ്പിച്ചു കളഞ്ഞു. അതെല്ലാം ജോസ് കെ മാണി നിഷേധിച്ചതോടെ ആ വാർത്തയുടെ സോഴ്സ് ഏതാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലായി. ജോസ് കെ മാണി കണക്കു തീർത്ത് മറുപടി പറഞ്ഞപ്പോൾ വ്യക്തമായി അത് ബോധ്യപ്പെട്ടു. മാധ്യമവാർത്തകൾ അഭ്യൂഹങ്ങളാണെന്ന് കെ സി വേണുഗോപാലിന് പറയേണ്ടി വന്നു. കേരള കോൺഗ്രസ് എം UDF-ലേക്കെന്ന മാധ്യമ പ്രചാരണം പ്രോത്സാഹിപ്പിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നണി വിപുലീകരണം എന്ന വിസ്മയം വെച്ചു കിട്ടേണ്ടി വന്നു. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ. തന്നെ ഓർത്ത് ആരും കരയേണ്ടതില്ല. UDF-മായി ചർച്ച നടന്നുവെന്നത് അഭ്യൂഹം മാത്രമാണ്. എപ്പോൾ ചർച്ച നടന്നുവെന്ന് എഴുതി പിടിപ്പിച്ചവർ തന്നെ പറയണം. LDF-ൻ്റെ മധ്യമേഖല ജാഥ ക്യാപ്റ്റൻ താൻ തന്നെയാണെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. പൊടുന്നനവേ രൂപപ്പെട്ട വിവാദത്തിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ വിശ്വാസ്യതയിൽ സംശയങ്ങളുണ്ടാക്കുക, നേതാക്കളിൽ ഭിന്നത സൃഷ്ടിക്കുക. കനകോലു ഓപ്പറേഷൻ പക്ഷേ പാളി. കേരള കോൺഗ്രസ് എം LDF-നൊപ്പം തന്നെയാണെന്ന് യാതൊരു സംശയത്തിനും ഇട നൽകാതെ പറഞ്ഞു വെച്ചതോടെ കോൺഗ്രസ് നേതാക്കളുടെ വിസ്മയം ജോസ് കെ മാണി മുളയിലേ നുള്ളി.